ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് ദേവി മുഴുവനായും ചുവന്ന വർണ്ണമാണ്, ചുവപ്പിൽ മുങ്ങിയവളാണ്. ചിരിക്കുമ്പോൾ കവിൾത്തടങ്ങൾ പോലും ചുവന്ന വർണ്ണമാകും. അങ്ങനെ എല്ലാം കൊണ്ടും ചുവപ്പുമയമാണ് എന്നാണ്. നിങ്ങൾ ദേവിയെ ധ്യാനിക്കുമ്പോൾ രൂപം വേണമെന്നില്ല, ഒരു ചുവപ്പ് നിറത്തെ മനസ്സിൽ കണ്ടാൽ മാത്രം മതി. ദേവി നിങ്ങളിൽ പ്രസാദിക്കും. ശക്തിയുടെ നിറം ചുവപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓം ശ്രീം മഹാത്രിപുരസുന്ദരിയൈ നമഃ. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 49 മുതൽ 58 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാ സ്വാധീനവല്ലഭ സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. 49ാമത്തെ നാമം. സർവാരുണ, മുഴുവനായും ചുവപ്പുമയമാണ്. എല്ലാ അർത്ഥത്തിലും അമ്മ രക്തവർണ്ണത്തിലാണ്. അമ്മയെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ചുവപ്പ് വർണ്ണത്തോടു കൂടിയ വസ്ത്രം ധരിച്ച് അങ്ങനെ എല്ലാം ചുവപ്പുമയമായ ആ ദേവിയെ വേണം ധ്യാനിക്കാൻ. അപ്പോൾ അരുണവർണ്ണമായവൾ എന്നർത്ഥം. ഇനി 50ാമത്തെ നാമം. അനവദ്യാംഗി, അനവദ്യം, വന്ദനീയം. അംഗം, അവയവം. അമ്മയുടെ ഓരോ അവയവങ്ങളും വന്ദനീയമാണ്, മഹനീയമാണ്. സർവ അവയവ സുന്ദരിയാണ്. ഏത് അവയവത്തിനാണ് സൗന്ദര്യം കൂടുതലെന്ന് പറയാൻ കഴിയില്ല. അമ്മയുടെ എല്ലാ അവയവങ്ങളും അവർണ്ണനീയമാണ്. അത്രയും സൗന്ദര്യത്തോടു കൂടിയവളാണ് എന്നർത്ഥം. ഇനി 51ാമത്തെ നാമം. സർവ ആഭരണ ഭൂഷിത. എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് ഏതൊക്കെ അവയവങ്ങളിലും ആഭരണങ്ങൾ അണിയാൻ പറ്റുമോ അവിടെയൊക്കെ ആഭരണങ്ങൾ അണിഞ്ഞവൾ. അടി മുതൽ മുടി വരെ സർവാഭരണ ഭൂഷിതയാണ്. അമ്മ ഒന്ന് ചലിക്കുമ്പോൾ പോലും ആഭരണങ്ങൾ കിലുങ്ങുന്ന, അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ആഭരണങ്ങളാൽ വിഭൂഷിതയായവൾ എന്നർത്ഥം. ഇനി 52ാമത്തെ നാമം. ശിവകാമേശ്വര അംഗസ്ഥ. ശിവകാമേശ്വരൻ, പരമശിവന്റെ അംഗത്തിൽ, മടിത്തട്ടിൽ ഇരിക്കുന്നവൾ എന്നർത്ഥം. പക്ഷേ ഇവിടെ സ്ഥൂല രൂപത്തിൽ പറഞ്ഞാൽ ശിവകാമേശ്വരൻ എന്ന് പറയുമ്പോൾ ആ പരമാത്മ ചൈതന്യത്തെയാണ് ശിവകാമേശ്വരൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പരമാത്മ ചൈതന്യത്തോട് ചേർന്നു നിൽക്കുന്നവൾ, അല്ലെങ്കിൽ ആ സങ്കല്പത്തെ അറിഞ്ഞുകൊണ്ട് ഈ പ്രകൃതിയെ നോക്കി നടത്തുന്നവൾ എന്നർത്ഥം. ഇനി 53ാമത്തെ നാമം. ശിവ. ശിവം എന്നാൽ മംഗളം. ഇവിടെ മംഗളസ്വരൂപിണിയായിരിക്കുന്ന ദേവി, അതാണ് ശിവ എന്ന് പേര് വന്നത്. ഇനി 54ാമത്തെ നാമം. സ്വാധീനവല്ലഭ. വല്ലഭൻ, പതി. ഇവിടെ ആരാണ്? പരമകാരണസ്വരൂപനായ പരമശിവനാണ് പതി. ആ പരമാത്മാവ് ദേവിക്ക് എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും സൃഷ്ടിക്കാനും ഉള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തൻ്റെ വല്ലഭനെ സ്വാധീനത്തിൽ നിർത്തിയിരിക്കുന്നവൾ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഇനി 55ാമത്തെ നാമം. സുമേരു മധ്യ ശൃംഗസ്ഥ. ദേവി സുമേരു പർവ്വതത്തിൽ വസിക്കുന്നവളാണ്. ശിവന് കൈലാസം, മഹാവിഷ്ണുവിന് വൈകുണ്ഠം. അതുപോലെ ദേവി സുമേരു പർവ്വതത്തിലാണ് വസിക്കുന്നത്. സുമേരുവിന് 4 കൊടുമുടികളാണ് ഉള്ളത്. അതിലെ മധ്യഭാഗത്താണ് ദേവി വസിക്കുന്നത്. മറ്റു 3 ശൃംഗങ്ങളിൽ ത്രിമൂർത്തികൾ വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്.
അതുകൊണ്ടാണ് ഇവിടെ സുമേരു മധ്യ ശൃംഗസ്ഥ എന്ന് പറയുന്നത്. ഇനി 56-ാമത്തെ നാമം. ശ്രീമദ് നഗര നായിക. ശ്രീമദ് ഐശ്വര്യപൂർണമായിട്ടുള്ള അങ്ങനെയുള്ള നഗരം, അമ്മ കുടികൊള്ളുന്നതായിട്ടുള്ള നഗരം, അതിനെയാണ് ഇവിടെ ശ്രീമദ് നഗരം എന്ന് പറയുന്നത്. ആ നഗരത്തിന് സൗഭാഗ്യപുരി എന്നും അർത്ഥമുണ്ട്. മേരുപർവ്വതത്തിൻ്റെ നടുവിലുള്ള മധ്യശൃംഗത്തിലും പാലാഴിയുടെ നടുവിലും സൗഭാഗ്യപുരി സ്ഥിതി ചെയ്യുന്നു എന്നാണ് അർത്ഥം. ശ്രീമദ് നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീചക്രം തന്നെയാണ്. അതിൻ്റെ അധീശ്വരി ആരാണ്? ആദിപരാശക്തി. ഇതെല്ലാം ഒരു സൂക്ഷ്മ അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അത് ഒരു സ്ഥൂല അർത്ഥത്തിലാണ് വിവരിക്കുന്നത് എന്ന് മാത്രം. ഇനി 57-ാമത്തെ നാമം. ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്താമണി കൊണ്ട് ഉണ്ടാക്കിയ ഗൃഹം. ദേവി വസിക്കുന്ന ഗൃഹത്തിൻ്റെ പേരാണ് ചിന്താമണി. ഏതാഗ്രഹവും സഫലീകരിക്കുന്ന ഒരു രത്നമാണ് ചിന്താമണി. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഈ ചിന്താമണി രത്നം ഏതെങ്കിലും ഒരു ലോഹമായി ചേരുമ്പോൾ ആ ലോഹം സ്വർണമായി തീരുന്നു. അതാണ് വിശ്വാസം. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഭക്തൻ്റെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഭക്തൻ ദേവിയുമായി എത്രമാത്രം അടുക്കുന്നുവോ ആ മനസ്സിൽ ഒരു പ്രകാശം പരക്കും. അവിടെ ദേവി കുടികൊള്ളും എന്നാണ് വിശ്വാസം. ഇനി 58-ാമത്തെ നാമം. പഞ്ചബ്രഹ്മ ആസനസ്ഥിത. ചിന്താമണി ഗൃഹത്തിൽ ദേവി ഇരിക്കുന്ന ആസനത്തെയാണ്, ഇരിപ്പിടത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പഞ്ചബ്രഹ്മമാണ്. പഞ്ചബ്രഹ്മത്തെയാണ് തൻ്റെ ഇരിപ്പിടമാക്കിയിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ സൃഷ്ടി മുഴുവനും മായയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദേവി മായാധീശ്വരിയാണ്. അങ്ങനെയുള്ള മായയിൽ ഉണ്ടായ ആദ്യത്തെ സൃഷ്ടിയാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് പോലും ആ പരാശക്തിയുടെ അധീനതയിലാണ് ഉള്ളത്. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് നിയോഗിച്ചിരിക്കുന്ന ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഇവർ പോലും ദേവിയുടെ അധീനതയിലാണ്. അതുകൊണ്ടാണ് ദേവിയുടെ ഇരിപ്പിടത്തിൻ്റെ കാലുകളാണ് ഇവരൊക്കെ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഒക്കെ മുകളിലാണ് പരാശക്തി എന്നും പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിക്ക് രൂപിണ്യൈ നമഃ.